ഇന്നൊരു മിനി ഷോപ്പിംഗ് വ്ലോഗാണ്. ഈ ക്ലിപ്സ് ഒക്കെ എന്തായാലും പലർക്കും നല്ല കണ്ടുപരിചയം ഉണ്ടാവും. വേറൊന്നുമല്ല, 2 ദിവസം മുമ്പ് രാത്രി 10 മണി 10:30 ആകുമ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നേരത്തെ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിന്റെ തൊട്ട് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഷോപ്പിംഗ് എന്നുള്ള വാക്ക് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും കുറെ കാലമായിട്ട് വല്ല ആവശ്യത്തിന് പുറത്തിറങ്ങുന്നല്ലാതെ ഇതേപോലെ ഒന്നും ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ സ്വന്തം ബാഡ് സണ്ണിനെയും കൂട്ടിയിട്ടാണ് പോയത്. ആദ്യം പോയത് ലുലുലോട്ടാണ്. എന്തിനാ ലുലുലു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പാലക്കാട് നമുക്ക് പോകാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ആകപ്പാടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത് എന്റെ ഡയറ്റ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, തടിക്കാനുള്ള ഡയറ്റ്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ബില്ലടിച്ച് നമ്മൾ നേരെ വേറെ കടയിലോട്ട് കയറി. ക്യൂട്ടായിട്ടുള്ള സാധനം ഒത്തിരി ഉണ്ടെങ്കിലും എല്ലാത്തിനും മുടിഞ്ഞ വിലയായിരുന്നു. എന്നാൽ ആ മുടിഞ്ഞ വില കൊടുത്ത് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് വാങ്ങി. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു, അത്രേ ഉള്ളൂ. കൂടെ നമ്മളൊരു സെലിബ്രിറ്റീനെ കൊണ്ടാണ് പോയെന്ന് മറക്കരുത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ സ്ഥിരം സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോയി. വേറൊന്നുമല്ല, സ്റ്റുഡിയോ. പിന്നെ അവിടെ നിന്ന് കുറെ അല്ലറ ചില്ലറ സാധനമൊക്കെ നോക്കി നോക്കി വാങ്ങിച്ച് മഴയത്തോടി അടുത്ത സ്ഥലത്തോട്ട് പോയി മാക്സ്. വലിയ കാര്യത്തിൽ സെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയതാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ആൾക്കാർ എന്തായാലും വാങ്ങാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം തപ്പിപ്പിടിച്ച് തൂക്കിയിട്ട പോലെയാണ്. ലാസ്റ്റ് 2-3 തവണ വന്നപ്പോൾ പോലും ഞാൻ നോട്ടോട്ട് വെച്ച സാധനമാണ് ഈ ഒരു ഷർട്ട്. സ്കൂൾ യൂണിഫോം പോലെ ഉണ്ടെങ്കിലും സാധനം എനിക്ക് ഇഷ്ടമായി. പക്ഷെ 22 വയസ്സുള്ള ഈ ചേച്ചി ഇടുന്നത് 11 to 12 ഇയേഴ്സിന്റെ ഈ ഒരു ഷർട്ടാണ്. എന്താണെന്നറിയില്ല, വളരെ വളരെ എവിടെയോ വെച്ച് വളർച്ച അങ്ങോട്ട് മൊരടിച്ചു പോയി. ബാക്കി കണ്ണീര് തുടച്ചിട്ട് പറയാം. അപ്പൊ നമ്മുടെ ഫുഡ് അടിക്കൊക്കെ ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. വേറൊന്നുമല്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ഥലം, ദ ക്രാഫ്റ്റ് സ്റ്റോർ. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പല പല സാധനങ്ങൾ വാങ്ങിച്ചു. ബട്ട് നോട്ട് ദ പോയിന്റ്, എപ്പോഴത്തെയും പോലത്തെ ഭീകരമായ ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സ്വന്തം ഡയറ്റീഷ്യന്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ദിസ് ക്യൂട്ട് കുട്ടി ഈസ് മൈ ഡയറ്റീഷ്യൻ ആർദ്ര. സപ്ലിമെന്റ് ഒക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നു. ബാക്കിയുള്ള ക്ലിപ്പൊക്കെ ഡിലീറ്റ് ആയി പോയടാ.